മാനദണ്ഡങ്ങൾ കർശനമാക്കിക്കൊണ്ട് ഗതാഗത കമ്മീഷണർ CH നാഗരാജ് പുറത്തിറക്കിയ പുതിയ ഉത്തരവുകൾ സംസ്ഥാനത്ത് ഗതാഗത നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വെറും എടുക്കുന്നതിനും റോഡ് ടെസ്റ്റ് പാസ്സാക്കുന്നതും ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് മതിയാകില്ല. റോഡ് സുരക്ഷാ ഉപയോഗത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ചും കാൽനട യാത്രക്കാരെ പരിഗണിക്കുന്നതിലും ഹോൺ ഉപയോഗത്തിലും കർശനമായ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇനി മുതൽ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗതാഗത കമ്മീഷണർ ഈ സുപ്രധാന നിർദ്ദേശങ്ങൾ RTOമാർക്ക് നൽകിയിരിക്കുന്നത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ മാറ്റങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുന്നവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിടുന്നു. പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് റോഡ് മുറിച്ച് കടക്കുന്ന കാൽനട യാത്രക്കാരെ അതീവ ശ്രദ്ധയോടെ കണക്കിലെടുക്കുന്നവർക്കും റോഡിന്റെ വശങ്ങളിൽ കൃത്യമായി പാർക്ക് ചെയ്യുന്നവർക്കും മാത്രമേ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ പാടുള്ളൂ. ഈ നിർദ്ദേശങ്ങൾ ലൈസൻസ് ടെസ്റ്റുകളിൽ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് RTOമാർ ഉറപ്പുവരുത്തണം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയുള്ള കാൽനട യാത്രക്കാരുടെ മരണം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അടുത്തിടെ നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ ഈ കർശന ഇടപെടൽ. കാൽനട യാത്രക്കാർക്ക് റോഡിലുള്ള അവകാശം ഉറപ്പാക്കുക എന്നത് പുതിയ ലൈസൻസ് നടപടികളുടെ പ്രധാന ലക്ഷ്യമാണ്. പുതിയ ഉത്തരവിൽ ഹോൺ ഉപയോഗത്തെക്കുറിച്ചും കർശനമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഹോൺ ഉപയോഗിക്കാവൂ. പതിവായി ഹോൺ ഉപയോഗിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കപ്പെടുമെന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി. ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിനും അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഈ തീരുമാനം. ഹോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലൈസൻസ് ടെസ്റ്റുകളിൽ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ RTOമാർക്ക് നിർദ്ദേശം നൽകി. അനാവശ്യമായി ഹോൺ മുടക്കി മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നത് ഇനി മുതൽ ലൈസൻസ് നിഷേധിക്കാനുള്ള കാരണമായി മാറിയേക്കാം. പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിലും കൃത്യമായ പരിശോധന ഉറപ്പാക്കാനാണ് കമ്മീഷണറുടെ നിർദ്ദേശം. കാൽനട യാത്രക്കാരുടെ സുരക്ഷ, റോഡിലെ മര്യാദകൾ, ഹോൺ ഉപയോഗത്തിലെ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകുന്നുണ്ടോ എന്ന് ഇനി മുതൽ RTOമാർ പരിശോധിക്കണം. പരിശോധനകൾ കാര്യക്ഷമമാക്കുന്നതിനായി റോഡുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ ക്ലാസ് മുറികളിലും അതാത് MVD ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ പരിശോധന നടത്തണം. ഡ്രൈവിംഗ് സ്കൂളുകൾ പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകും. പരിശോധനയിൽ പുതിയ നിയമങ്ങൾ സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകുന്നില്ലെന്ന് തെളിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള അംഗീകൃത റിഫ്രഷർ ട്രെയിനിംഗ് നേടുന്നതുവരെ അവരുടെ ലൈസൻസ് റദ്ദാക്കാൻ ബന്ധപ്പെട്ട RTOമാർക്ക് ഉത്തരവിൽ അധികാരം നൽകിയിട്ടുണ്ട്. ഈ കർശന നടപടി ഡ്രൈവിംഗ് സ്കൂളുകളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കാനും റോഡ് സുരക്ഷാ നിയമങ്ങൾ കൃത്യമായി പാലിക്കാനും പഠിപ്പിക്കാനും സഹായിക്കും. വെറും ഡ്രൈവിംഗ് കഴിവുകൾക്കപ്പുറം റോഡിലുള്ള മറ്റുള്ളവരോടുള്ള മര്യാദയും ഉത്തരവാദിത്ത ബോധവും ഡ്രൈവർമാർക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പുതിയ ഡ്രൈവിംഗ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും സഹായകമാകും. ഗതാഗത നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകേണ്ടതും ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. സംസ്ഥാനത്തെ റോഡുകൾ കൂടുതൽ സൗഹൃദപരവും സുരക്ഷിതവുമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ഉത്തരവ്. ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ ശ്രമിക്കുന്നവർക്ക് ഇനി മുതൽ വലിയ വെല്ലുവിളിയായി മാറും. കൃത്യമായ പരിശീലനവും മര്യാദയും പാലിക്കുന്നവർക്ക് മാത്രമേ ഇനി വാഹനം ഓടിക്കാനുള്ള ഔദ്യോഗിക അനുമതി ലഭിക്കുകയുള്ളൂ.